അതിർത്തി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ വിവിധ കൂടിയാലോചനകൾ തുടരുകയാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിപക്ഷ പാർട്ടികളുടെ യോഗവും നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, അതിർത്തി ഗ്രാമങ്ങളിലേക്ക് പാകിസ്ഥാൻ മോർച്ചാറുകൾ പ്രയോഗിക്കുന്നത് തുടരുകയും അതോടൊപ്പം തന്നെ സൈനികേതര ലക്ഷ്യങ്ങൾ ലാക്കാക്കുന്നത് തുടരുകയും ചെയ്യുന്നു. ആശങ്കയില്ലാത്ത രീതിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങളിലേക്ക് എങ്ങനെയാണ് ഇന്ത്യ കടക്കുന്നത്? ഏത് രീതിയിലുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും നടക്കുന്നു? അപർണ, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണ ശ്രമവുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചത് മുതൽ തന്നെ പല തരത്തിലുള്ള അവലോകന യോഗങ്ങൾ ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും വിദേശകാര്യ മന്ത്രാലയത്തിലെയും പ്രതിരോധ മന്ത്രാലയത്തിലെയും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചർച്ച നടന്നിരുന്നു. അതിനു പുറമെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വിവിധ അർദ്ധ സൈനിക വിഭാഗങ്ങളുമായുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഈ ചർച്ചകളിലെല്ലാം ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം, പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷഭരിതമായ സാഹചര്യങ്ങളെ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ അതിർത്തിയിൽ താമസിക്കുന്ന ആൾക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് സംബന്ധിച്ചാണ്. അതിർത്തിയിലെ സാധാരണക്കാരെ സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഒപ്പം പാകിസ്ഥാന്റെ പ്രകോപനം തുറന്നാൽ ഏത് തരത്തിൽ തിരിച്ചടി നൽകണമെന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളുമുണ്ട്. അതിർത്തിയിൽ പൂർണ്ണ സേനാ വിന്യാസത്തിന് ആവശ്യമായ രീതിയിൽ സൈന്യം തയ്യാറെടുത്ത് നിൽക്കണമെന്നാണ് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് BSF-നും CRPF-നും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ചർച്ചകളും നടപടികളും ഒക്കെ തന്നെ പുരോഗമിക്കുകയാണ്. അതേസമയം ഇപ്പോഴും വ്യക്തമാകേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഏത് തരത്തിലായിരിക്കും പാകിസ്ഥാനോടുള്ള അടുത്ത തുടർ നടപടി, പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ പൈലറ്റിനെ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് അവർ അവകാശപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ വാർത്താ സമ്മേളനത്തിൽ തന്നെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് പാകിസ്ഥാൻ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്, അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്, അതിനുള്ള പരിശോധനകൾ നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ്. 2 പൈലറ്റുമാർ ഉണ്ട് എന്നാണ് നേരത്തെ പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. പക്ഷേ അതൊന്നു മാത്രമാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയം. എന്നാൽ ആരാണ്, എന്താണെന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും അതിലേക്ക് കടക്കാൻ ഇതുവരെയും വാർത്താ സമ്മേളനത്തിലോ മറ്റ് ഔദ്യോഗികമായോ തയ്യാറാകുന്നില്ല കേന്ദ്ര സർക്കാർ. ഏത് തരത്തിലുള്ള നടപടികളിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് ഉയരുന്ന ചോദ്യം. ഐക്യരാഷ്ട്രസഭയെ ബന്ധപ്പെട്ടുകൊണ്ടോ രാജ്യാന്തര ഏജൻസികളെ ബന്ധപ്പെട്ടുകൊണ്ടോ നമ്മുടെ പൈലറ്റിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടന്നിട്ടില്ല. കാരണം പാകിസ്ഥാൻ ഔദ്യോഗികമായി അങ്ങനെ ഒരു സ്ഥിരീകരണം ഇന്ത്യ അറിയിച്ചിട്ടില്ല എന്നതാണ് അതിന് കാരണമായി വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. നേരത്തെ ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ വിദേശകാര്യ വക്താവ് കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയുണ്ടായിരുന്നില്ല. ഇന്ന് ഏതെങ്കിലും രീതിയിലുള്ള വിദേശകാര്യ മന്ത്രാലയ വക്താക്കളോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരോ കൂടുതൽ വിവരങ്ങളുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ടാകുമോ, അഭിസംബോധന ചെയ്യുന്നുണ്ടാകുമോ എന്ന്? ഇതുവരെയും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഇന്നലെ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയതിനു ശേഷം വലിയ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്നും മറ്റുമടക്കം. എന്നാൽ ഇന്നിപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമം നടത്തിയെന്ന ആ വിവരം വന്നതിന് ശേഷം 3-4 മണിക്കൂറിന് ശേഷം മാത്രമാണ് ഒരു പ്രതികരണത്തിന് തന്നെ തയ്യാറായിരിക്കുന്നത്. പാകിസ്ഥാൻ പറഞ്ഞ പല അവകാശവാദങ്ങളെ പറ്റിയും കൃത്യമായ ഒരു പ്രതികരണം ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. മറിച്ച് ഇന്ത്യൻ പൈലറ്റിനെ കാണാതായിരിക്കുന്നു എന്ന സ്ഥിരീകരണവും പാകിസ്ഥാൻ അവരുടെ പക്കലുണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു എന്ന ഒരു പ്രതികരണവുമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. എയർ വൈസ് മാർഷൽ അടക്കം പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിലാണ് മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കാതെയുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷേ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഇത് നയതന്ത്ര തലത്തിലോ അല്ലെങ്കിൽ മറ്റ് തലങ്ങളിലോ നേരിടുക എന്നൊരു നീക്കം അല്ലെങ്കിൽ ഒരു ധാരണയായിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുക. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ആ വിവരങ്ങൾ പറയാതിരുന്നതെന്ന് വേണം കരുതാൻ. അതേസമയം ഇന്ന് ഡൽഹിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനായി പുൽവാമയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളിലും ആ യോഗം ആശങ്ക അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളെ തുടർ നടപടികളൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ അനുവദിക്കരുതെന്ന് വ്യക്തമാക്കുന്ന പ്രമേയവും ഈ യോഗത്തിൽ പാസാക്കിയിട്ടുണ്ട്. എം ഉണ്ണികൃഷ്ണനാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. BJPയുടെ രാഷ്ട്രീയ മുതലെടുപ്പിനെ എതിർക്കുമെന്നും അതേസമയം രാജ്യത്തിനോടൊപ്പം നിൽക്കുമെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്.